ഗൈസ്, മൂന്നാർ ഗോയിങ് വ്ളോഗ്. അപ്പോൾ നമുക്കിത് കണ്ടാലോ. ആദ്യമായിട്ടാണ് ഞാൻ മൂന്നാർ പോകുന്നത്. അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻ്റ് ഒക്കെ എൻ്റെ മനസ്സിലുണ്ട് ഗൈസ്. നമുക്കത് കണ്ടു നോക്കാം, നമുക്ക് പോയി നോക്കാം. കുറേ എക്സൈറ്റ്മെൻ്റ് ആണ്. 1 ഡേ ടൂർ ഞാൻ 2 ഡേ ടൂർ ആക്കി മാറ്റി. ഞാനല്ല, ഒരാൾ. അപ്പോൾ നമുക്ക് എന്തായാലും വഴിയേ പറയാം ഗൈസ്. നമുക്കപ്പോഴത്തേക്കും വീഡിയോയിലോട്ട് പോകാം. ഞങ്ങൾ എൻ്റെ അമ്മയുടെ കൂട്ടുകാരികളൊക്കെ ആയിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത് കേട്ടോ. നമുക്ക് കണ്ടു നോക്കാം. നല്ലൊരു എക്സൈറ്റ്മെൻറ്റായ ഒരു സ്ഥലങ്ങളായിട്ടാണ് എനിക്ക് ഫീലായിട്ടുണ്ടെന്ന്. കുഴപ്പമില്ല, നിങ്ങൾ പോയിട്ടുള്ളവരാണെങ്കിൽ എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ചെയ്യലോ. രോമാഞ്ചമൊക്കെ പൊങ്ങി വരുന്നു ഗൈസ് ഈ കാര്യം പറയുമ്പോൾ തന്നെ. പിന്നെ കുറേ ഇതൊക്കെ ഉണ്ട്, നിങ്ങൾക്ക് മനസ്സിലാവും. കുറേ ഇതായിരുന്നു. നമ്മൾ വഴിയേ എത്തിയിട്ടുണ്ട്. ഞങ്ങൾ ഇന്നലെ ഒരു 3 മണിയൊക്കെ ആയപ്പോഴത്തേക്കുമാണ്, ഇന്നലെ രാത്രി ഒരു 3 മണി ആയപ്പോഴത്തേക്കുമാണ് ഗൈസ് പുറപ്പെട്ടത്. ഇപ്പോൾ ഒരു 12 മണിയാകുമ്പോഴാണ് കറക്റ്റ് ഞങ്ങൾ അടിമാലിയിൽ എത്തിപ്പെട്ടത്. അവിടെ നിന്ന് പിന്നെ ഓരോ മണിക്കൂറൊക്കെ പിടിച്ചു. 11 മണിക്ക് എത്തി. എന്നിട്ട് അടിമാലിയിൽ 11 മണിക്ക് എത്തി. പിന്നെ അവിടെ മൂന്നാർ 12 മണിക്ക് എത്തി. എന്നിട്ട് അവിടെ നിർത്തി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ബ്രേക്ക്ഫാസ്റ്റിൻ്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടില്ല കേട്ടോ, സോറി, എനിക്കത് എടുക്കാൻ പറ്റിയിട്ടുണ്ടായില്ല. പിന്നെ കുറേ നമ്മളിങ്ങനെ പോയിട്ടുണ്ട് കേട്ടോ. നമുക്ക് കുഴപ്പമുണ്ടായില്ല, വീഡിയോ എടുക്കണമൊക്കെ നല്ല രസമുണ്ടായിരുന്നു. നമ്മളൊരു വാനിലാണ് പോയിട്ടുള്ളത് കേട്ടോ. അത്യാവശ്യം പേരുണ്ടായിരുന്നു. നമ്മൾ നല്ല മനോഹരമാണ് കേട്ടോ ഗൈസ്, നിങ്ങൾക്കത് കണ്ടറിയണം. മലകളൊക്കെ എല്ലാം നല്ല രസങ്ങളായിട്ടാണ്. ഞങ്ങൾ പിന്നെ ഹോം മെയ്ഡായിട്ടാണ് ഫുഡുകളൊക്കെ ഉണ്ടാക്കി കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത് കേട്ടോ. കുറേ ആൾക്കാരുണ്ടായിരുന്നു. വണ്ടിയിൽ തന്നെ സ്റ്റേ ചെയ്തു, റൂമൊന്നും എടുത്തില്ല ഗൈസ്. പക്ഷെ അതൊക്കെ ഒരു ജേണിയാണ് ഗൈസ്. ഞങ്ങൾ കുറേ നേരം അവിടെ നിന്നു. ഞങ്ങളിന്ന് വൈകുന്നേരം വരുമെന്ന് പറഞ്ഞ് പോയ ആൾക്കാരാണ്. ബട്ട് ഞങ്ങൾ പിറ്റേ ദിവസം ഒരു 12 മണിയായി വീട്ടിലോട്ട് എത്താനായിട്ട് കേട്ടോ. കുറച്ച് ടൈമൊക്കെ പിടിച്ചിട്ടാണ് പൈസ പോയിട്ടുണ്ടായിരുന്നത്. എക്സൈറ്റ്മെൻറ്റ് നമ്മൾ പറയാം കേട്ടോ. കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. തേയിലത്തോട്ടങ്ങളൊക്കെ കാണാൻ പറ്റുന്നുണ്ട് നിങ്ങൾക്ക്. ഇതാണ് ഞങ്ങളെ വണ്ടി. പിന്നെ ഞാനും എൻ്റെ ചച്ചുവും നിൽക്കുന്നത് കാണാൻ പറ്റുന്നുണ്ടാവും. സൂപ്പറാണ് ഗൈസ്. ഞാൻ പിന്നെ വാക്ക് ചെയ്യുന്നൊരു വീഡിയോ എടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മൾ ബാളൊക്കെ വെച്ചിട്ട് ഇരിക്കുകയാണ് ഗൈസ്. ബാളൊക്കെ വെച്ചിട്ട് സമാധാനമായിട്ട് ഇരിക്കുകയാണ്. കാരണം ബാൾ വെച്ച സ്ഥലം എൻ്റെ പൊന്നോ എല്ലാം നിങ്ങളോട് പറയുന്നുണ്ടല്ലോ. നമ്മൾ മൂന്നാർ ഗോയിങ് വ്ളോഗ് ആയതുകൊണ്ടാണ്. പിന്നെ ഇവിടുന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. അത് വഴിയെ നമ്മൾ ഷോർട്ടായിട്ട് ഇടുന്നുണ്ടാവും കേട്ടോ. വയസ്സ് അങ്ങനെ നമ്മൾ കുറച്ച് സമയമൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മളൊരു സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ആനക്കൊട്ട പാർക്കാട്ടോ. നിങ്ങൾക്ക് അത് കാണാൻ പറ്റുന്നവർക്ക് കാണാൻ പറ്റുമായിരിക്കും. പിന്നെ നമ്മളൊരു പട്ടീനെ കണ്ടു. ഒരു കുഞ്ഞ് ഡോഗിയാണ്. നല്ല രസമുണ്ടായിരുന്നു. അവൻ ചിക്കനൊക്കെ ഇട്ട് കൊടുത്തിട്ട് അവൻ നിൽക്കുവാണ് കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുള്ളൊരു ഡോഗിയായിരുന്നു അവൻ. പാവം കേട്ടോ. എല്ലാവരും വിളിച്ച സ്ഥലത്ത് നിന്നൊക്കെ പോകണം. തെരുവ് നായയാണ് അവൻ. കുഴപ്പമുണ്ടായില്ല, കാണാൻ നല്ല രസമുണ്ടായിരുന്നു. ഞങ്ങൾ ചോറാണ് ഹോം മെയ്ഡാന്ന് പറഞ്ഞല്ല, ചോറൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ചിക്കനാണ് അവൻ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത്. എൻ്റെ അമ്മ ഇട്ട് കൊടുത്ത ചിക്കൻ. അപ്പോൾ അവനതൊക്കെ കടിച്ച് പറിച്ച് തിന്നാണ്. ഈ സമയം കൊണ്ട് തന്നെ അനിയത്തി കിടന്ന് ഉറങ്ങാം കേട്ടോ ഗൗസ്. ഞങ്ങൾ ചിക്കനൊക്കെ കൊടുത്തിട്ടുണ്ട്. പാവം, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അവന്. ഞങ്ങൾ ചിക്കനൊക്കെ കൊടുത്തായിരുന്നു. എന്നിട്ട് അവിടെ നൈസിൽ എഴുന്നേറ്റ് വന്നത്. ഞങ്ങളെല്ലാവരും കൂടി പോകാനായിട്ട് അവിടെ നിന്ന് പോകണം, അതോട്ട് കയറണം കേട്ടോ. കുറച്ച് പോകാനൊക്കെ ഉണ്ട് ഗൈസ്. നല്ല രസമുണ്ടായിരുന്നു ഞങ്ങൾ പോയപ്പോൾ. ഞങ്ങൾ അവിടെ നിന്ന് ഐസ്ക്രീമൊക്കെ കഴിച്ചു. ഞാൻ പിന്നെ ഒരു ഇതൊക്കെ പോലെ കാണുന്നുണ്ട്. നല്ല രസമുണ്ട് ആനക്കൊട്ട പാർക്ക് കാണാനായിട്ട്. പിന്നെ വാക്ക് ചെയ്തുകൊണ്ട് പോവുകയാണ്. നമ്മളൊരു തരം മല കയറുന്ന ഒരു ഫീലിലാണ് ഗൈസ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ഡാൻസ് കണ്ടേക്കാം. ഗസ് ചെയ്യാൻ പറ്റുമോ നോക്കാം നമ്മുടെ ഡാൻസ് ഗൈസ്. ഒരു 7 മണിയായപ്പോഴത്തേക്കും നമ്മുടെ വണ്ടി ഒന്ന് പാളിപ്പോയി ഗൈസ്. അതാണ് എനിക്ക് ഭയങ്കര വിഷമമായി തോന്നിയത്. പിന്നെ വണ്ടിയിൽ തന്നെ സ്റ്റേ ചെയ്തു. പെട്രോൾ എന്തുകൊണ്ട് കംപ്ലൈൻ്റ് ആയതാണ് കേട്ടോ. വണ്ടിയിൽ തന്നെ സ്റ്റേ ചെയ്തു. ഒരു മറക്കാൻ പറ്റാത്തൊരു കാഴ്ചയായിരുന്നു. കുഴപ്പമുണ്ടായില്ല, നല്ല രസമുണ്ടായിരുന്നു. നമ്മൾ എന്നിട്ട് പിറ്റേ ദിവസം ഒരു 6:30 മണിയൊക്കെ, 6:30 ഒരു തരം 12 മണി, ഉച്ച 12 മണിയായപ്പോഴത്തേക്കാണ് ദിവസം നമ്മളവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. നമുക്ക് കണ്ടുനോക്കാം. നമ്മൾ ആനക്കൊട്ട പാർക്ക് നമുക്ക് കണ്ടുനോക്കാം. കുറേ പേരുണ്ട് അവിടെ. നമുക്ക് കുറേ പേരെ സൗണ്ടുകളൊക്കെ കേൾക്കാൻ പറ്റും. നല്ല രസമുണ്ട്. നല്ല ഹാപ്പി ജേണിയാണ്. വോക്കൊക്കെ ചെയ്ത് കണ്ട അതിൻ്റെ കാറ്റൊക്കെ പറക്കുന്ന മുടി. എൻ്റെ പൊന്നോ, കുറേ ജേണിയാണ് ഗൈസ്. ചച്ചു ഒരു കരച്ചിലാണ് ഗൈസ് നിൽക്കുന്നത്. ഞങ്ങൾ കുറേ ഇതൊക്കെ ഇട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു കുഞ്ഞു മനുഷ്യന്മാരെയൊക്കെ അടക്കം ചെയ്യുന്ന ഒരു സ്ഥലമാണ് കേട്ടോ. പണ്ട് രാജാക്കന്മാരെയൊക്കെ ഇതിൻ്റെ അകത്ത് കൊണ്ടുവന്നിടും. എന്നിട്ട് അവർ ചാവാനൊരു തീയാവുമ്പോൾ രാജാക്കന്മാരെ അവിടെ കൊണ്ടിടും. ഞങ്ങൾ
ചന്ദനമൊക്കെ മണത്തൊക്കെ നോക്കിയായിരുന്നു. നല്ല രസമുണ്ട് കാണാനൊക്കെ. പിന്നെ അവളൊരു കരച്ചിൽ മൂടിലാണ് എൻ്റെ അടിയിൽ ഇപ്പം നിൽക്കുന്നത്. ഉറക്കത്തിൽ നിന്നിട്ടപ്പോഴത്തേക്കും കുരിശും അതും ഇതൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. അവൾ പേരൊക്കെ എഴുതി വെച്ച് ഞാനൊരു വടിയൊക്കെ എടുത്തുകൊണ്ട് നടന്നു വരികയാണ് അവളെ പേടിപ്പിക്കാൻ വേണ്ടിയിട്ട്. ഞാൻ പിന്നെ ഉറക്കത്തിൽ നിന്നൊക്കെ വാളൊക്കെ ചെയ്തിട്ട് വന്ന ക്ഷീണമാണ് വെച്ചിട്ട് നിന്ന് കടന്നിരുന്നത്. ദൈവം ഞങ്ങൾ പിന്നെ പോകാൻ നേരമായപ്പോൾ ഒരു പള്ളിയൊക്കെ കണ്ടു. ഞങ്ങൾ അവിടെ തിരുവാങ്കുളത്ത് എത്തിയിട്ടുണ്ടായിരുന്നു.